Good morning, dear girls. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ലെവൽസ് ഓഫ് ആക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് വി ആർ ലുക്കിംഗ് ഇൻ ടു അബ്യൂസ്, സ്പെസിഫിക്കലി ഡ്രഗ് അബ്യൂസ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അബ്യൂസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? യൂസ്, അബ്യൂസ് എന്താണ്? വേണ്ടാത്ത ഉപയോഗം അല്ലേ? അബ്യൂസ്, വേണ്ടാത്ത ദുരുപയോഗം അഥവാ വേണ്ടാത്ത ഉപയോഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അബ്യൂസ് ചെയ്യപ്പെടുക, ദുരുപയോഗം ചെയ്യപ്പെടുക. ഈ ആൽക്കഹോളിനെയും ഡ്രഗിനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നതിനാണ്, ദുരുപയോഗം ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ഇഷ്യൂ ആയി മാറുന്നത്. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഏതൊക്കെ ഡ്രഗ്സ് ആണെന്ന്. ആ ഡ്രഗ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന എല്ലാവിധ കെമിക്കൽസും, ദേ ആർ വാട്ട് ആക്ച്വലി മെഡിസിൻസ് ആണ് ഡ്രഗ്സ്. ഓക്കെ, ദേ ആർ മെഡിക്കൽസ്. ആ പറഞ്ഞ കെമിക്കൽസ് അല്ല, ദേ ആർ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ് ഫോർ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇഷ്യൂസിനൊക്കെ ഉള്ള മെഡിക്കേഷനായിട്ട് കൊടുക്കുന്ന കെമിക്കൽസാണ്, മരുന്നുകളാണ് ഈ പറഞ്ഞ ഡ്രഗ്സൊക്കെ. അത് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് മെഡിക്കേഷൻ ആവശ്യമില്ലാത്ത വ്യക്തികൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് അൺവാണ്ടഡ് യൂസ് ആകുന്നു. അത് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികൾ, പ്രശ്നമില്ലാത്ത വ്യക്തികൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് അവരുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കാനും തുടങ്ങുന്നു. ഓക്കെ, സോ ഓൾസോ ഇസ് ദ കേസ് വിത്ത് ആൽക്കഹോൾ. ആൽക്കഹോളും പല മെഡിസിൻ്റെ കൂടെ അതിൻ്റെ സോൾവെൻ്റായിട്ട് ഒക്കെ നമ്മൾ കുടിക്കുന്ന മരുന്നുകളുടെയൊക്കെ ചില സോൾവെൻ്റായിട്ടൊക്കെ ആൽക്കഹോളിൻ്റെ ചെറിയ അംശങ്ങൾ പെടുന്നുണ്ട്. പക്ഷെ വെൻ വി ടേക്ക് അപ്പ് ആൽക്കഹോൾ, വെറുതെ ആൽക്കഹോൾ കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും, ഓക്കെ, പ്യുവർ ആൽക്കഹോൾ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, ശരീരം താങ്ങത്തില്ല. അതിൻ്റെ മിക്സ്ഡ് ഫോംസ് ആണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. അതിൻ്റെ പല പേരുകൾ എന്ന് വെച്ചാൽ പല കോൺസെൻട്രേഷനിലുള്ള ആൽക്കഹോളാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു സംഗതിയല്ല. ആ സാധനം നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റേതായ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മൾ അൺഹെൽത്തി ആയി തീരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം അബ്യൂസ് എന്ന വാക്ക്, അൺവാണ്ടഡ് യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അബ്യൂസ് ആണ് ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ ആണെങ്കിലും ആൽക്കഹോളിൻ്റെ കേസിലാണെങ്കിലും സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അബ്യൂസ് ചെയ്ത് ഫൈനലി അതൊരു അഡിക്ഷനിലേക്ക്, അതൊരു ഡിപ്പെൻഡൻസിലേക്ക് അൾട്ടിമേറ്റ്ലി മാറുന്നു. ആദ്യം അബ്യൂസാണ് ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത യൂസ് നമ്മൾ ചെയ്യുന്നു. അതങ്ങനെ 1-2 പ്രാവശ്യം 3-4 പ്രാവശ്യം 10-12 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ ഒരു ശീലമായി മാറുന്നു. അതിലേക്കൊരു ഡിപ്പെൻഡൻസ് നമുക്ക് എത്തുന്നു. അതില്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥ, അതാണ് ഡിപ്പെൻഡൻസിലേക്ക് എത്തുന്നു. ആൻഡ് ഫൈനലി വി ബിക്കം അഡിക്റ്റഡ് ടു യൂസിങ് ദീസ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. സ്മോക്കിങ്ങും ബാധകമാണ്, ബട്ട് വി ഡോണ്ട് ഹാവ് ടു സ്റ്റഡി, നമ്മുടെ സിലബസിലുള്ളതല്ല. സോ ഐ വോണ്ട് ബി ഡിസ്കസിങ് ദാറ്റ്. ഓക്കെ, ഇതിനെല്ലാം വളരെയധികം വലിയ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് സൊസൈറ്റിയിൽ ഉള്ള 2 പ്രശ്നങ്ങളാണ് ഈ ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോൾ അഡിക്ഷനും, അല്ലേ? കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ അഡിക്ഷൻ മൂലം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ കുറച്ച് ഹെൽത്ത് എന്ന ടോപ്പിക്കിൽ കുറച്ച് ഊന്നൽ കൊടുത്ത് പറയുന്നത്. ഇനി വാട്ട് ഈസ് എൻ ആൽക്കഹോൾ? ആദ്യം ആൽക്കഹോളിക് അഡിക്ഷനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. വാട്ട് ഈസ് എൻ ആൽക്കഹോൾ? അതൊരു ഡിപ്രസൻറ്റ് ഡ്രഗാണ്. വെച്ചാൽ അത് കുടിച്ചാൽ, ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ തളർത്തുന്ന മയക്കുന്ന ഒരു ഡ്രഗാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റം അഥവാ ബ്രെയിൻ സെൽസിനെയൊക്കെ ഒന്ന് മയക്കുന്ന, സ്ലോ ഡൗൺ ചെയ്യുന്ന പരിപാടിയാണ് ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഡിപ്രസൻറ്റ് ഡ്രഗ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് നോ ന്യൂട്രിയൻസ്. അതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അത്
ടെൻഷൻ അകറ്റാനോ ഒരു റിലീവറോ ഒരു പെയിൻ റിലീവറോ പ്രോബ്ലം സോൾവറോ ഒന്നും അല്ല. ഓക്കെ, പിന്നെ എന്താണ് ഇതിൻ്റെ ഘടകം, ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് എന്താ? ഈത്തൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ കെമിക്കലാണ് ആൽക്കഹോൾ അഥവാ സ്പിരിറ്റ് എന്ന് പറഞ്ഞ വസ്തുവിലുള്ളത്. അതിൻ്റെ പല പ്രൊപ്പോർഷൻസ് ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതായത് ഈ ബിയർ, വിസ്കി, ബ്രാൻഡി അങ്ങനെയൊക്കെ പല പേരുകളിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. അതിൽ ഓരോന്നിലും ഈ പറഞ്ഞ ഈത്തൈൽ ആൽക്കഹോളിൻ്റെ പ്രൊപ്പോർഷൻ വ്യത്യാസം. ഇപ്പോൾ ചിലതിൽ 10% ആണെങ്കിൽ വേറെ ബ്രാൻഡുകളിൽ ചിലപ്പോൾ 20 ആയിരിക്കാം, ചിലപ്പോൾ 30 ആയിരിക്കാം, ചിലപ്പോൾ 35 ആയിരിക്കാം. ആ രീതിയിൽ അതിൻ്റെ ആൽക്കഹോളിക് കണ്ടൻറ്റിൽ വ്യത്യാസം, വേറെ ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ന്യൂട്രിയൻസ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് കുടിച്ചാൽ അപ്പം തന്നെ ബ്ലഡ് സ്ട്രീമിലേക്ക് അത് വലിച്ചെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇഫക്ട്സ് കാണാൻ തുടങ്ങി. അല്ലേ, കള്ള് കുടിച്ച് ഒത്തിരി മണിക്കൂറുകളൊന്നും എടുക്കില്ല അവർക്ക് കിക്ക് കിട്ടാനായിട്ട്. അല്ലേ, കിറങ്ങി തുടങ്ങാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇഫക്ട്സ് കണ്ടു തുടങ്ങുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് റാപ്പിഡ്ലി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. പിന്നെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കള്ള് കുടിച്ച് കിറങ്ങി വരുന്നവർക്ക് തലക്കട വെള്ളം കോരി ഒഴിക്കുക, അല്ലെങ്കിൽ മോരും വെള്ളം കൊടുക്കുക, ചൂട് കാപ്പി കൊടുക്കുക മുതലായ കാര്യങ്ങൾ ചെയ്താൽ ഒന്നും കള്ള് കുടിച്ചതിൻ്റെ ഇഫക്റ്റ് കെട്ടുപോകത്തില്ല, അല്ലെങ്കിൽ അത് മാറാൻ പോകുന്നില്ല. ഇതിന് ആ ചെന്നേക്കുന്ന വസ്തു, അതൊരു ഡ്രഗാന്ന് ഞാൻ പറഞ്ഞു, ആ വസ്തു നമ്മുടെ ശരീരത്തിലെത്തി ആ ഡ്രഗിനെ കംപ്ലീറ്റ്ലി ഡീടോക്സിഫൈ, ഈ ഡ്രഗ്സ് ഏതാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാത്തൊരു സാധനമായതുകൊണ്ട്, ശരീരത്തിന് യൂസ്ഡ് അല്ലാത്തൊരു സാധനമായതുകൊണ്ട് ഈ ഡ്രഗ്സിനെ നമ്മുടെ ശരീരം ഒരു ടോക്സിനായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ടോക്സിക് ഇഫക്ട്സ് എല്ലാം ഇല്ലാണ്ടാക്കുന്ന ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിലുണ്ട്, അതാണ് ലിവർ. അപ്പോൾ എന്ത് ടോക്സിക്സ് നമ്മുടെ ശരീരത്തിൽ എത്തിയാലും അത് ആദ്യം ലിവർ അതിനെ നശിപ്പിച്ചു കളയാൻ അതിൻ്റെ ആക്ഷൻ മാക്സിമം, അത് എവിടെയൊക്കെ പോയി ആക്ട് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ആക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മൊത്തമായിട്ട് ആ ശരീരത്തിൽ നിന്ന് എടുത്ത് കളയുന്നത്, ഇതിൻ്റെ അംശങ്ങൾ മൊത്തമായിട്ട് ശരീരത്തിൽ നിന്ന് എടുത്ത് കളയാൻ സഹായിക്കുന്ന ഒരു അവയവം ലിവറാണ്. അപ്പം ഈ ആൽക്കഹോളും ഒരു ഡ്രഗാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഡ്രഗിൻ്റെ ഫുള്ളായിട്ട് ശരീരത്തിൽ നിന്ന് അതിൻ്റെ റെമനൻസ് എല്ലാം എടുത്ത് കളയാൻ സഹായിക്കുന്നത്, ഫുള്ളി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ഫുള്ളി അതിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ലിവറാണ്. അപ്പോൾ ലിവർ ഈ ആൽക്കഹോളിൻ്റെ ആക്ഷൻ മൊത്തമായിട്ടും എടുത്ത് കളയാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1 hour. അപ്പോൾ ഈ 1 hour കഴിഞ്ഞാൽ എന്തായാലും ഇഫക്റ്റ് ഇല്ലാണ്ടാകും. നമ്മൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും, മോരും വെള്ളം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും, കാപ്പി കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഒക്കെ 1 hour എടുക്കും. സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഇമ്പാക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഇത് നമ്മളുടെ ആൽക്കഹോൾ ഇൻടേക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന് ഹെൽത്തിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി എല്ലാവിധ അവയവങ്ങളെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർട്ട്, ലങ്സ്, ബ്രെയിന്, ലിവർ, പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, പാൻക്രിയാസ്, മെമ്മറി, ഓൾ ടുഗെദർ നമ്മുടെ ഹെൽത്തിനെ മൊത്തമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ആൽക്കഹോളിക് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏതൊക്കെ അവയവങ്ങളെ എങ്ങനെയൊക്കെയാണ് ഇഫക്റ്റ് ചെയ്യണമെന്നൊരു കുറേ ബുള്ളറ്റിൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ്സിൽ ഷെയർ ചെയ്തേക്കാം. ദെൻ അപ്പോൾ ഈ ആൽക്കഹോളിസത്തിൻ്റെ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയും? കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് അല്ലേ, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ്, എക്സസീവായിട്ട് ആൽക്കഹോൾ കുടിക്കുക, അതില്ലാണ്ട് പറ്റില്ല.
നമ്മുടെ ആരോഗ്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തെയും നമ്മുടെ കുടുംബജീവിതത്തെയും ജോലിനെയൊക്കെ ഇത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് പോലും നമ്മൾ ഈ ഒരു ശീലത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തൊരു അവസ്ഥ, ഇതൊരു ലക്ഷണമാണ് ഡെഫിനറ്റ്ലി. പിന്നെ ആ ഒരു സമയത്ത് കുടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, കുടിക്കാൻ അവസരമില്ല, കുടിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക, വയലൻ്റ് ആകുക, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, നമ്മൾ സ്വയമേ വിചാരിച്ചിട്ട് കുടി നിർത്താൻ പറ്റാത്തൊരവസ്ഥ, ഓരോരോ കാരണങ്ങൾ ന്യായം ഉണ്ടാക്കി കള്ള് കുടിക്കാൻ പോകുന്ന ഒരവസ്ഥ, പിന്നെ നമ്മുടെ എല്ലാ സ്ഫിയേഴ്സിലും നമ്മുടെ പെർഫോമൻസ് മോശമായി വരിക. പഠനമെങ്കിൽ പഠനം, ജോലിയെങ്കിൽ ജോലി, വീട്ടുകാരി, അതിലെല്ലാം നമ്മൾ മോശമായിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ലാത്തൊരവസ്ഥ. ഈ കള്ളു കുടിക്കുന്ന കാര്യം മാത്രം നമ്മുടെ ഫോക്കസായി മാറുന്ന, ക്രമേണ വേറെ ഒന്നും ചിന്തയില്ല, നമ്മളെക്കുറിച്ച് പോലും ചിന്തയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ അഡിക്റ്റഡ് ടു ദിസ് ഹാബിറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ WHO ഈ പറഞ്ഞ ആൽക്കഹോളിസം അഥവാ ആൽക്കഹോൾ അഡിക്ഷന് ഒരു ട്രീറ്റബിൾ ഡിസീസായിട്ട് തന്നെയാണ് കൂട്ടിയേക്കുന്നത്. ശീലമായിട്ടല്ല, ഒരു ട്രീറ്റബിൾ ഡിസീസായിട്ടാണ് ഇതിനെ കൂട്ടിയേക്കുന്നത്. മാഗ്നസ് ഹസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ ആൽക്കഹോളിസം എന്ന ടേമിനെ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ് എന്ന രണ്ട് ടേം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഈ അബ്യൂസും അഡിക്ഷനും ഒന്നല്ല, മേ ബി, പക്ഷെ നമ്മൾ പലപ്പോഴും അത് ഇൻ്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അബ്യൂസ് ചെയ്യപ്പെടുകയെന്ന് വെച്ചാൽ 1, 2, 3 പ്രാവശ്യം നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അബ്യൂസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആൽക്കഹോൾ നമ്മൾ കുടിക്കുന്നു, ഇന്ന് കുടിച്ചു, അല്ലെങ്കിൽ കൂട്ടുകാർ കൂടിയപ്പോഴത്തേക്കും വേറൊരു അവസരത്തിൽ കുടിച്ചു, ഒരു പാർട്ടിയുടെ സമയത്ത് കുടിച്ചു, അങ്ങനെ കുടിച്ചൊരു വ്യക്തി അഡിക്റ്റഡ് ആണ്, ആൽക്കഹോളിക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ആൽക്കഹോളിസം അല്ലെങ്കിൽ ആൽക്കഹോൾ ഡിപ്പെൻഡൻസിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ പലപ്പോഴും അബ്യൂസാണ് ഡിപ്പെൻഡൻസിലേക്ക് അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ബട്ട് യൂഷ്വലി ആൾക്കാർ ഇത് രണ്ടും സെയിം സിനോണിംസ് ആയിട്ട് ഉപയോഗിച്ച് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൂഡിനെയും നമ്മുടെ തിങ്കിങ്ങിനെയൊക്കെ സാരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം മെൻ്റൽ ഹെൽത്തിനെ, ചുരുക്കി പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, കൂടാണ്ട് മെൻ്റൽ ഹെൽത്തിനെയും ഇമോഷണൽ ഹെൽത്തിനെയൊക്കെ വലയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ അഡിക്ഷൻസ്. ഓക്കെ, ഡ്രഗ് അഡിക്ഷൻ ആണെങ്കിലും ആൽക്കഹോൾ അഡിക്ഷൻ ആണെങ്കിലും, ഇപ്പം ഡിപ്രഷൻ, സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ലേക്ക് ഇത് നയിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഈ ആൽക്കഹോൾ അഡിക്ഷൻ and drug addiction both has short term effects and long term effects. long term effects ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരോ അവയവങ്ങളിൽ അതിനുള്ള പ്രധാനമായിട്ടും ലിവർ എന്ന അവയവത്തിലാണ് അതിന് മെയിനായിട്ട് വലിയ പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്നത്. ബാക്കി ഹാർട്ടിൽ, പാൻക്രിയാസിൽ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ബ്രെയിൻ, മെമ്മറി, നെർവ് സിസ്റ്റം, ഇതിലൊക്കെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ലിവറിൽ സാരമായ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. കാരണം ലിവറാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഡീടോക്സിഫൈങ് ഏജൻ്റ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറി പറ്റിയ ഏറ്റവും കൂടുതൽ അധികമായിട്ട് പ്രയത്നിക്കേണ്ടത്, ഇതിൻ്റെ പ്രശ്നങ്ങൾ മാക്സിമമായിട്ട് ഒഴിവാക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് ലിവർ എന്ന ഓർഗനാണ് അല്ലേ. അപ്പം ലിവറിന് കൂടുതലായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ട് വരുന്നു. ലിവർ കൂടുതലായിട്ട് അഫക്റ്റഡ് ആവുന്നു, ഡിസ്ട്രോയിഡ് ആവുന്നു ബിക്കോസ് ഓഫ് ഈ പറഞ്ഞ ചെല്ലുന്ന സാധനം ടോക്സിക് ആണ് അല്ലേ. അപ്പോൾ ലിവർ സെൽസ് ഇല്ലാണ്ടായി
ആണ് നമ്മുടെ ശരീരത്തെ ഇതിൻ്റെ ഇമ്പാക്റ്റിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലിവർ ആസ് യു നോ റീജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഓർഗനാണ്. റീജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന് ലിവറിൻ്റെ കുറച്ച് സെൽസുകളൊക്കെ ചത്തുപോയാലും അതിന് സ്വയമായിട്ട് പിന്നെ പെരുകാനുള്ള, നല്ല രീതിയിൽ പെരുകി വരാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്താൽ ബാക്കി സ്റ്റൊമക്ക് ഉണ്ടായി വരുമോ? ഇല്ല. പക്ഷേ ലിവറിൻ്റെ കുറച്ച് ഭാഗമൊക്കെ മുറിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല, അത് ഉണ്ടായി വന്നോളൂ. പോയ ഭാഗങ്ങൾ തനിയെ ഉണ്ടായി വന്നോളൂ. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു ഉള്ള ഒരു ഓർഗനായിട്ട് പോലും അതിന് വല്ലാണ്ട് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ആൽക്കഹോൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? അത്രയധികമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നർത്ഥം അല്ലേ? ഈ റീജനറേഷൻ പവറിലും കവിഞ്ഞുള്ള ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കണേ എന്നർത്ഥം. ലിവറിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. ലിവർ സിറോസിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലിവറിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, ലിവർ സെൽസ് മൊത്തമായിട്ട് നശിച്ചു പോകുന്ന അവസ്ഥ, ആൻഡ് ഫൈനലി ഡെത്തിലേക്ക് വഴിതെളിക്കുന്ന അവസ്ഥയാണ് സിറോസിസ്, ലിവർ സിറോസിസ് വഴി സംഭവിക്കുന്നത്. അപ്പോൾ ലിവർ സാരമായിട്ട് ബാധിക്കപ്പെടുന്നു. അപ്പോൾ ലിവർ ഒരു ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ്. ഈ ടോക്സിൻസിനെ ഫിൽട്ടർ ചെയ്ത് കളയുക, ഡീടോക്സിഫൈ ചെയ്യുക എന്ന ഫങ്ഷൻ അല്ലാണ്ട് എന്താണ്, മെറ്റബോളിസത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാവിധ സാധനവും അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ അതിലൊക്കെ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. കൂടാണ്ട് ഇമ്മ്യൂൺ റെസ്പോൺസിലും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ആയിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിലും എല്ലാം ലിവറിന് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൽക്കഹോളിസം ശീലമാക്കിയേക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലിവർ സാരമായി എഫക്റ്റഡ് ആകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ബിക്കോസ് ഹി ഈസ് ടേക്കിംഗ് ഇൻ ദിസ് പർട്ടിക്കുലർ ടോക്സിക് മെറ്റീരിയൽ ഓൺ എ റുട്ടീൻ ബേസിസ്. ഓക്കെ, അപ്പം അത് ലോങ് ടേം ഇഫക്റ്റാണ്. ഈ അവയവങ്ങളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്ന് വെച്ചാൽ 1-2 ദിവസം കൊണ്ടതൊന്നും ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല, വർഷങ്ങളെടുക്കും അതിൻ്റെ ഇഫക്റ്റ് കാണാൻ. ഷോർട്ട് ടേം ഇഫക്റ്റ് എന്തൊക്കെയായിരിക്കും ഈ ആൽക്കഹോളിക്സിൽ കാണുന്ന ഷോർട്ട് ടേം ഇഫക്ട്സ് എന്തായിരിക്കും? വയലൻസ് അല്ലേ? അവർ ദേഷ്യം പിടിച്ച് അടി കൂടുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രശ്നം മൂലം ഉണ്ടാകുന്ന ലീഗൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആക്സിഡൻസ്, അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഇതെല്ലാം ഷോർട്ട് ടേം ഇഫക്ട്സ് ഓഫ് ആൽക്കഹോളിസമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. Now, does this have any treatment? നമ്മൾ ട്രീറ്റബിൾ ഡിസീസ് ആണെന്ന് പറഞ്ഞു. Does this have any treatment? Yes, it does have a treatment. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒന്നാമത് നമുക്ക് ആഗ്രഹം വേണം. ട്രീറ്റഡ് ആവുന്ന വ്യക്തിക്ക് നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം വേണം. കൂടാണ്ട് ആളുടെ കൂടെ നിൽക്കാൻ നല്ലൊരു സ്ട്രോങ് നെറ്റ്വർക്ക് കൂടെ ഉണ്ടാവണം. സ്ട്രോങ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു നല്ല ഫാമിലി, ഓക്കെ, സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി, സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഇഫക്റ്റീവായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അവർക്ക് സ്വയമേ പറ്റാത്ത കാര്യമാണ് അതിൽ നിന്ന് പിന്മാറി പുറത്തേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഇറ്റ് റിക്വയേഴ്സ് ലോങ് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ അണ്ടർ സൂപ്പർവൈസ്ഡ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ്, മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ സൂപ്പർവിഷനിൽ മാത്രമേ ഇത് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് ഫുൾ ടൈം കള്ളും കുടിച്ച് നടക്കുന്ന വ്യക്തി ഒരു ദിവസം 1 fine day ഞാൻ കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് മരണകാരണം ആയേക്കാം. കാരണം യൂസ്ഡ് ആയി കഴിഞ്ഞു. ആളുടെ ബ്ലഡിൽ ഇപ്പോൾ ആൽക്കഹോളിൻ്റെ അളവ് ഇത്ര അളവിലാണ് സ്ഥിരമായിട്ട് അതിനോട് അഡാപ്റ്റഡ് ആയി അയാളുടെ ശരീരം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അളവ് കുറഞ്ഞ ബോഡി വിൽ കൊളാപ്സ്. അപ്പോൾ അത് ക്രമേണ കുറച്ച് സ്ഥിരമായിട്ട് ഇപ്പോൾ 2 കുപ്പി കുടിച്ചുകൊണ്ടിരുന്ന ആൾ പതിയെ 1.5 എന്ന രീതിയിൽ പതിയെ കൺട്രോൾഡ്
അവരുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് കൺട്രോൾഡ് രീതിയിൽ വേണം വിഡ്രോ ചെയ്യാൻ. ഓക്കെ, അതിന് സപ്പോർട്ട് പ്രോഗ്രാംസ് ആയിട്ട് കൗൺസിലിങ്ങും യോഗയും എന്തെങ്കിലും റിക്രിയേഷണൽ ആക്ടിവിറ്റീസും ഒക്കെ ഉൾപ്പെടുത്തി മാത്രമേ നമുക്ക് അവരെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ ടു വിഡ്രോ ഫ്രം such malhabits, but it requires perseverance and strong family support. But this was it about alcoholism. Okay, in the next class, next week, we'll look into drug addiction. Thank you.